ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്ലിയ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ അത്ര വലിയൊരു പ്ലാൻ ചെയ്ത് സബ്ജക്റ്റ് റെഡിയാക്കിയ വീഡിയോ ഒന്നുമല്ല. ചെറിയൊരു സന്തോഷ കാര്യം നിങ്ങളെ എല്ലാവരുടെയും ഒന്ന് പങ്കിടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ അവസാനം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ കണ്ട ഓരോ വ്യൂസിനും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത ഓരോ ഷെയറുകൾക്കും ഒക്കെപ്പാടായിട്ടാണ് നമുക്ക് മൊത്തത്തിൽ ഏണിങ്സ് അല്ലെങ്കിൽ മൊത്തത്തിൽ യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം നിങ്ങളോട് കൂടി ഒന്ന് പറയണം തോന്നി. അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ ഒരു എന്താ പറയുക മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. എല്ലാവരും കാത്തിരിക്കാനായിരിക്കും എത്ര രൂപ കിട്ടിയെന്ന് അറിയാനായിരിക്കും. ഏകദേശം $197 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 13 സംതിങ് ഉണ്ട് മൊത്തത്തിൽ ഏണിങ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് വീഡിയോസ് ഇട്ടിട്ട് അവസാനം കിട്ടിയൊരു സംഖ്യയാണ്. ഏകദേശം നമ്മൾ 140 നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ക്യാഷാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ കഴിഞ്ഞൊരു മാസം മുന്നേ നമ്മുടെ 1-2 വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് കാര്യമായിട്ടുള്ള ഏണിങ്സ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ അത്ര വലിയ രീതിയിൽ വ്യൂസ് ഒന്നും ഇല്ലാണ്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റവന്യൂ ഒന്നും കിട്ടില്ല. നമ്മളിപ്പോൾ ഏകദേശം ഒരു കണക്കനുസരിച്ച് ഏകദേശം ഒരു 2.5 ലക്ഷം 3 ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിലാണ് ഒരു $100 കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പണി തന്നെയാണ് ഈ ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. പക്ഷേ മെയിനായിട്ട് പലരും ഫോക്കസ് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ഏണിങ്സിനല്ല, പുറത്തുള്ള ഓരോരോ സ്പോൺസർഷിപ്പ് അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് മെയിനായിട്ട് പലരും ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കരിക്കിൻ്റെ ഒരു കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, അവരുടെ ലാസ്റ്റത്തെ ഒരു എപ്പിസോഡ് അവരൊരു ഫ്രീ പീരീഡ് എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് അവർ ചെയ്യേണ്ടായി. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായത്തോളം അവർ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ചെറിയൊരു ആഡ് ഉണ്ട്, ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഏകദേശം ഒരു കണക്ക് പ്രകാരം ഒരു 1.5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം റുപ്പീസ് അതിന് വേണ്ടി മാത്രമായിട്ട് അവർ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല, പുറത്തു നിന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഇപ്പോൾ ആകെപ്പാടെ കിട്ടിയിട്ടുള്ളത്, യൂട്യൂബ് തുടങ്ങിയിട്ട് ആകെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു ക്യാഷ് മാത്രമാണ്. അപ്പോൾ വീഡിയോ ചെറുതായിട്ട് ഷേക്ക് ഉണ്ടാവും, ഞാനിപ്പോൾ കൈ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലെ അത്ര വലിയൊരു വീഡിയോ ആയിട്ടൊന്നും കൂടണ്ട. അപ്പോൾ നല്ല നല്ല ഒരുപാട് ടെക്നോളജിയും അതല്ലാത്തതുമായ ഒരുപാട് തരത്തിലുള്ള നല്ല ഉപകാരപ്രദമാവുന്ന വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടിട്ട് നമുക്ക് പ്രതീക്ഷയോടെ